ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഈ സന്ധ്യ ആകുമ്പോൾ നമ്മൾ ജനലടയ്ക്കുമല്ലോ. ജനലൊക്കെ പുറത്തോട്ട് ഇങ്ങനെ അവിടെ തുറന്നിരിക്കുമ്പോഴേക്കും നമുക്ക് അടയ്ക്കാൻ ഭയങ്കര പാടാണ്, കൈയെത്തി. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. നമ്മുടെ ഈ പക്കടില്ലേ, ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ജനലിൻ്റെ കമ്പിക്കകത്തോട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ ജനലടയ്ക്കും. ഇതിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഒരു വ്ലോഗാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം വൈകിട്ടത്തെ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജനലടയ്ക്കുന്ന കാര്യം ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തപ്പം നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതായത് ഏകദേശം അടുത്തടുത്തായി, അതായത് 38 വീഡിയോ ഇട്ടപ്പോഴത്തേക്കും 42 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വൈകുന്നേരം നമുക്ക് കഴിക്കാനായിട്ട് മാങ്ങയായിരുന്നു. അപ്പം അമ്മ വന്നപ്പോഴത്തേക്ക് ആൾ വാങ്ങിച്ചിട്ട് വന്ന മാങ്ങയിൽ കുറച്ച് എനിക്ക് തന്നു കേട്ടോ. ഈ ഡപ്പേ അമ്മ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഈ ഒരു പിച്ചാത്തി ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഈ ഒരു കത്തി മീഷോ ഞാൻ വാങ്ങിച്ചതാണ്. സൂപ്പർ ഒരു കത്തിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് മൂർച്ചയുള്ള നല്ല ഒരു സൂപ്പർ കത്തിയാണ്. അപ്പം നിങ്ങൾക്ക് 3 എണ്ണമുള്ള കത്തിയാണ് കേട്ടോ. അതിൽ ഒന്നാണ് ഇത് ഏറ്റവും ചെറുതാണ്. ഇതിൻ്റെ വലുതും അതിനേക്കാൾ വലുതും ഉണ്ട് കേട്ടോ. അപ്പം ഈ മാങ്ങ കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, കുളത്തിലത്തെ മാങ്ങയൊന്നും വിചാരിക്കേണ്ട. കാരണം കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമേ നോക്കുമ്പോൾ കറുപ്പ് കണ്ടു കഴിഞ്ഞാലേ ഈ മാങ്ങ കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ എല്ലാ മാങ്ങയും ചെത്തി വെച്ചിട്ടുണ്ട്. ഒന്നും തന്നെ കേടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. കുറച്ച് സമയമെടുത്തു ഞാനിത് ചെത്തി എടുക്കാനായിട്ട്. പിന്നെ ഒരു സമാധാനം, ഇത് ചെത്തുമ്പോഴത്തേക്ക് പകുതിയും ഞാൻ തന്നെ കഴിക്കും. കാരണം ഇത് ഇച്ചിരി പഴുത്തായതുകൊണ്ട് നമുക്ക് എടുത്ത് വെക്കാനായിട്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുകയാണ്, അപ്പോൾ അവരൊന്ന് ഉണരുമ്പോൾ കൊടുക്കാനായിട്ട് ഒത്തിരി അളഞ്ഞ് ഞാൻ കൊടുക്കുന്നില്ല. ആ പോർഷനൊക്കെ എൻ്റെ വയറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഏറെക്കുറെ മാങ്ങ ചെത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ ചെത്തി എടുത്തിട്ട് ഞാൻ പൂളുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു കേടും തന്നെ ഇല്ല. മധുരമാണെങ്കിൽ നല്ല സൂപ്പർ മധുരമാണ്. എനിക്ക് മാങ്ങ ഏതാണെന്നൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. പക്ഷെ ഭയങ്കര നല്ല സൂപ്പർ മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ആ മാങ്ങയുടെ ഏകദേശം ഈ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മാങ്ങാണ്ട് വരുന്ന പോർഷനിലൊക്കെ ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും. ആ മാങ്ങാണ്ടികളെ കണ്ടോ. പിന്നെ ഇത്രയാണ് കുട്ടികൾക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ മാങ്ങ ചെത്തുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പച്ചക്കറി അരിയുമ്പോഴൊക്കെ ഒരുപാട് വേസ്റ്റുകൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളെങ്ങനെ എപ്പോഴും കൊണ്ട് കളയുകയാണോ? ഞാനെങ്ങനെയാണെന്നറിയാമോ, ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് വെക്കും. എന്നിട്ട് അടപ്പുള്ള പാത്രമാണ്, അപ്പോൾ കോഴിച്ചൊന്നും വരത്തില്ല, ഇതുകൊണ്ട് കളയും. അപ്പം ഇതൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ.